മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തീരുമാനമറിയിക്കാൻ കേന്ദ്രത്തിന് അവസാന അവസരം നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി. സെപ്റ്റംബർ 10-ന് തീരുമാനം അറിയിക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളുന്നതിൽ തീരുമാനമെടുക്കാതെ മനഃപൂർവ്വം നീട്ടിക്കൊണ്ടുപോകുന്ന കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം എന്താണ്? ദുരന്തമുണ്ടായി ഇത്രയും കാലമായിട്ടും ദുരന്തബാധിതരെ സഹായിക്കാനോ അവർക്ക് അർഹമായത് നൽകാനോ സാധിക്കാത്തത് എന്തുകൊണ്ട്? വയനാടുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറിയ ദുരന്തങ്ങൾ നടന്ന സംസ്ഥാനങ്ങൾക്ക് പോലും വലിയ തുകകൾ അനുവദിച്ച് നൽകിയപ്പോൾ കേരളത്തിന് കേന്ദ്രം നൽകിയത് വളരെ കുറഞ്ഞ തുകയാണ്. വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ല എന്നും കേരളത്തിന് സഹായം അനുവദിക്കില്ല എന്നും ഔദ്യോഗികമായി തന്നെ കേന്ദ്രം അറിയിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. അപ്പോഴും സംസ്ഥാന സർക്കാർ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടു. ഈ നീതി നിഷേധത്തിനെതിരെ ശക്തമായി പോരാടി. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റു ചില വസ്തുതകൾ കൂടിയുണ്ട്. കുത്തകകൾക്ക് കോടിക്കണക്കിന് രൂപയുടെ വായ്പാ ഇളവുകൾ ഇതേ മോദി സർക്കാർ അനുവദിച്ച് നൽകുകയാണ്. കോർപ്പറേറ്റ് വായ്പകൾ ബാങ്കുകൾ തുടർച്ചയായി എഴുതിത്തള്ളുന്നത് ഓരോ വർഷവും വലിയ അളവിൽ വർദ്ധിക്കുന്നു. അവിടെയാണ് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരുടെ തലയിലേക്ക് വീണ്ടും കേന്ദ്രം വായ്പാ ഭാരം ചുമത്തുന്നത്. മൊറട്ടോറിയം കാലയളവിലെ പലിശ ഒഴിവാക്കില്ലെന്ന് കൂടി കേന്ദ്രം അറിയിച്ചതോടെയാണ് നിലപാട് അനുചിതമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയും ശക്തമായി ഇടപെടുകയും ചെയ്തത്. അതായത് കോടതിക്ക് പോലും കേന്ദ്ര സമീപനത്തിലെ ദുരുദ്ദേശം പകൽ പോലെ വ്യക്തമായിരിക്കുന്നു. മാത്രമല്ല, ദുരിതബാധിതരുടെ വായ്പ കേരള ബാങ്ക് എഴുതിത്തള്ളിയതുപോലെ കേന്ദ്ര സർക്കാരിന് എന്തുകൊണ്ട് വായ്പ എഴുതിത്തള്ളാൻ കഴിയുന്നില്ല എന്നാണ് ഹൈക്കോടതി ആവർത്തിച്ച് ചോദിച്ചത്. 400ഓളം മനുഷ്യരുടെ ജീവൻ അപഹരിക്കുകയും 100-ലധികം പേരെ കാണാതാവുകയും ചെയ്ത മഹാദുരന്തത്തോട് കേന്ദ്ര സർക്കാർ കടുത്ത നീതി നിഷേധം തുടരുമ്പോൾ ഓർമ്മിപ്പിക്കാൻ ഒന്നേ ഉള്ളൂ: കേരളം ഇന്ത്യയിലാണ്.